ഈ വീഡിയോ എല്ലാ സി സെക്ഷൻ മമ്മാസിനും വേണ്ടിയിട്ടാണ്. കാരണം ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് എനിക്ക് ഒരുപാട് പേഴ്സണൽ DMs വന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കൂടെ കുറേ ഷെയർ ചെയ്തിട്ടൊക്കെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർക്ക് വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ്. ഒരു 3rd or 4th ഡേ ആണ് ആഫ്റ്റർ സി സെക്ഷൻ. നിങ്ങൾ ആലോചിച്ച് വെക്കണം, സി സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. ഒരു 7 ലെയർ ഓഫ് നമ്മളെ കീറിയിട്ടാണ് നമ്മളെ കുട്ടീനെ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളത്. അത്രയും പെയിനും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ആ ബെഡിൽ കിടക്കുന്നത്. എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്ന ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ നിനക്ക് തുള്ളിച്ചാടി നടക്കായിരുന്നില്ലേന്ന്. അങ്ങനെയുള്ള ആൾക്കാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നോർമൽ ഡെലിവറീനെ പ്രൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴും ആഫ്റ്റർ സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു ഭാഗം സെൻസ് ഇല്ലാതിരിക്കുന്ന ഫീൽ നിങ്ങൾക്ക് അറിയോ? സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ വാക്കിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയോ? ഒരു പരിസഹായം ഇല്ലാതെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടീനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമയത്ത് അടിവയറ്റിൽ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്, അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒന്ന് കുട്ടീനെ കയ്യിൽ എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ഇരുന്ന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? രാത്രിയാവുന്ന സമയത്ത് കുട്ടി കിടന്ന് കരയുമ്പോൾ വേറൊരാളുടെ സഹായം ഇല്ലാതെ കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള അർഹതയില്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അതൊന്നും അനുഭവിക്കാത്തത് കൊണ്ട് അതില്ലാന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ദയവ് ചെയ്ത് ദ്രോഹിക്കരുത് പറഞ്ഞിട്ട്. കാരണം സി സെക്ഷൻ അല്ലാതെ നോർമൽ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടാൽ ഇവർ മാത്രമാണ് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നോർമൽ ഡെലിവറി കിട്ടിയത് കൊണ്ട് ഇരിക്കാം. നിങ്ങളുടെ കണ്ണിൽ ചിലപ്പം അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കാം. ആണെങ്കിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എമർജൻസി ആയിട്ട് വന്നിട്ടുള്ളതാണ് സി സെക്ഷൻ. അറ്റ് ദി എൻഡ് ബേബി ആണെങ്കിലും മദർ ആണെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും കൺസേൺ ആയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളത് അല്ലേ, അല്ലാതെ ചുമ്മാ വന്ന് കിടന്ന് കണ്ടിട്ട് നിങ്ങൾ പിടിച്ചു വെച്ചത് കൊണ്ടാണ് സി സെക്ഷൻ ആയത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ മരുന്ന് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ആവുമായിരുന്നു. എന്റെ ബേബി മെക്കോണിയം പാസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. ഏത് സി സെക്ഷൻ ഓർ നോർമൽ ഡെലിവറി രണ്ടും സെയിം ആണ്. അറ്റ് ദി എൻഡ് കുട്ടിയും മദറും നല്ല സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്. അപ്പൊ അവരെ ബ്ലെസ് ചെയ്യുക, അവരെ സന്തോഷമായിട്ടിരിക്കാൻ വിടുക, അവർക്ക് പീസ് ഓഫ് മൈൻഡ് കൊടുക്കുക. ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. ഇനി ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള ഒരുപാട് പേര് സജഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. സി സെക്ഷൻ അങ്ങനെയാണ്, നോർമൽ ഡെലിവറി ആണ് അങ്ങനെ ബെറ്റർ, അങ്ങനെ. നമുക്ക് ആ സമയത്ത് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ കുട്ടിക്ക് സേഫ്റ്റി എന്താണോ ഉള്ളത് അതുപോലെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ പോവാം.